ഹലോ മൈ ഡിയർ ലേണേഴ്സ്, ഈ വീഡിയോയിൽ യൂറോപ്യൻ ഫിക്ഷനിലെ നോവൽ, അതായത് ഹെർമൻ ഹെസെയുടെ സിദ്ധാർത്ഥ എന്ന നോവലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഓഥറിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം, എന്നിട്ട് നമുക്ക് നോവലിലേക്ക് കിടക്കാം. ഹെർമൻ ഹെസെ is a famous German Swiss novelist and poet and also a painter, and he lived from 1877 to 1962. He won the Nobel Prize for Literature in 1946, and the main theme explored in Hesse's work is an individual's journey to break from the constraints of society and conventional ways of living in order to discover the true inner self and spiritual identity. ഹെർമൻ ഹെസെ 1877 77 മുതൽ 1962 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. ജർമ്മൻ സ്വിസ് റൈറ്ററാണ്. 1946 അദ്ദേഹത്തിന് ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഹെസെയുടെ വർക്കുകളിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് ഓരോ വ്യക്തികളുടെ ജേണി ഓഫ് ലൈഫ്, അതായത് സൊസൈറ്റിയിലുള്ള കുറേ സൊസൈറ്റൽ നോംസ് ഉണ്ടല്ലോ, നമ്മൾ ജീവിക്കുന്നത് സൊസൈറ്റിയിലുള്ള കുറേ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള കൺവെൻഷൻസ് അനുസരിച്ചാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള വ്യക്തികളുടെ ആ ഒരു ജീവിതത്തെക്കുറിച്ചും അവർ നമ്മുടെ ഇന്നർ സെൽഫ്, നമ്മൾ ആരാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, സ്പിരിച്വൽ ഐഡൻറ്റിറ്റി എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് പോകുന്ന കഥാപാത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്റ്റോറീസാണ്, വർക്കുകളാണ് കൂടുതലായിട്ടും ഹെസെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം 1877 കാവ് എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു വില്ലേജിലാണ് ജനിച്ചത്. ഫ്രം എ യങ് ഏജ് ഹി സ്ട്രഗിൾ ടു കൺഫോം ടു ദ സ്ട്രിക്ട് റിലീജിയസ് എഡ്യൂക്കേഷൻ ആൻഡ് ലെഫ്റ്റ് ദ സെമിനാരി സ്കൂൾ ആഫ്റ്റർ ലെസ് ദാൻ എ ഇയർ. അപ്പോൾ ചെറുപ്പത്തിലെ തന്നെ, വളരെ യങ് ഏജിൽ തന്നെ അദ്ദേഹത്തിന് ഒരു സ്ട്രിക്റ്റ് എഡ്യൂക്കേഷൻ, റിലീജിയസ് എഡ്യൂക്കേഷനൊക്കെ പഠിപ്പിക്കാനായിട്ട് സെമിനാരി സ്കൂളിൽ വിടുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അതൊന്നും ഇഷ്ടമല്ലാത്ത കാരണം ആ സെമിനാരി സ്കൂൾ ഉപേക്ഷിക്കുകയും അദ്ദേഹത്തിന് അതൊന്നും അഡാപ്റ്റ് ചെയ്യാൻ, ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട്, ആ ഒരു ചുറ്റുപാടുമായിട്ട് ഒത്തുപോവാൻ, അല്ലെങ്കിൽ അതുമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സെമിനാരി ഉപേക്ഷിച്ച് പോവാണ്. പിന്നീട് അതിന് ശേഷം ട്രഡീഷണൽ സ്കൂളിങ്ങിലേക്ക് തന്നെ വരുന്നു. ആ സമയത്താണ് അദ്ദേഹം ആദ്യത്തെ ബെനീത്ത് ദ വീൽ എന്ന നോവൽ എഴുതുന്നത്. പിന്നെ അതിന് ശേഷം ഒരു ബുക്ക് സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ഫ്രീലാൻസ് റൈറ്ററായിട്ട് അദ്ദേഹം മാറുകയാണ്. 1899 ആയപ്പോഴത്തേക്കും കുറേ കളക്ഷൻ ഓഫ് പോയം അദ്ദേഹം എഴുതി. അതിനുശേഷം പീറ്റർ ക്യാമൻസിൻറ്റ് എന്ന ഒരു നോവൽ അദ്ദേഹം എഴുതി. 1922 ഈ ഒരു സിദ്ധാർത്ഥ എന്ന നോവൽ അദ്ദേഹം എഴുതുന്നത്. പിന്നെ 1927 സ്റ്റെപ്പൻ വൂൾഫ് എന്ന ഒരു നോവൽ എഴുതി. ഇറ്റ് ഈസ് എ പ്രൊഫൗണ്ട് എക്സാമിനേഷൻ ഓഫ് എ മിഡിൽ ഏജ് മാൻ സ്ട്രഗിൾ ബിറ്റ്വീൻ ഹിസ് ടേംഡ് ആൻഡ് ഔട്ട്വേർഡ് ബൂർഷ്വാസ് സെൽഫ് ആൻഡ് ഹിസ് സ്പിരിച്വൽ ആൻഡ് അൺഇൻഹിബിറ്റഡ് ഇന്നർ സെൽഫ്. അപ്പോൾ ഇതിൽ ഒരു മിഡിൽ ഏജ്ഡ് മാനാണ്, അയാൾ പുറമേക്ക് ഒരു ബൂർഷ്വയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നർ സെൽഫ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്പിരിച്വലായിട്ടൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് സ്റ്റെപ്പൻ വൂൾഫ് എന്ന് പറയുന്ന സ്റ്റോറി. പിന്നെ അടുത്തത് നാസിസ് ആൻഡ് ഗോൾഡ്മണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്രണ്ട്സിൻ്റെ കഥ പറയുന്നത്. ഒന്ന് ഒരു അസറ്റിക് ഇൻഡിവിജ്വലാണ്, ഒരു സന്യാസിയാണ്. മറ്റൊരാൾ ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും അവരവരുടേതായ രീതിയിൽ സെൽഫ് റിയലൈസേഷൻ അന്വേഷിച്ച് പോകുന്ന കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഹെസെയുടെ ഏത് സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരു തീമാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി അതേപോലെ തന്നെ ഡേമിയൻ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതുന്നുണ്ട്. ഇതും ഒരു സെൽഫ് അവെയർനെസ്സിന് വേണ്ടി പോകുന്ന കുറേ യങ്സ്റ്റേഴ്സിൻ്റെ സ്റ്റോറിയാണ് ഈ ഒരു കഥയും പറയുന്നത്.
സിദ്ധാർത്ഥ സ്റ്റെപ്പൻവോൾഫ് ഡേമിയൻ എന്നൊക്കെ പറയുന്നത് ഇറ്റ് റെസനേറ്റഡ് ഡീപ്ലി വിത്ത് ഹിസ് ജനറേഷൻസ് ക്വസ്റ്റ് ഫോർ മീനിങ് ബിയോണ്ട് മെറ്റീരിയൽ പെർസ്യൂട്ട്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനറേഷനിലുള്ളവരൊക്കെ നമ്മൾ എന്താണ് ഈ മെറ്റീരിയൽ വേൾഡിൽ കുറേ പേര് പൈസ ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെടുന്നു, ജീവിക്കാൻ വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നു. അങ്ങനെ പല രീതിയിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയാണ് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പോൾ ഇതല്ലാണ്ട് അതിലൊക്കെ എന്താണ് അർത്ഥമുള്ളത്, അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടണോ, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്നൊക്കെ ജീവിതത്തെക്കുറിച്ച് കൂടുതലായിട്ട്, അതായത് നമ്മുടെ ഇന്നർ സെൽഫിനെ കുറിച്ച് ചിന്തിക്കുകയും ആ രീതിയിൽ സ്റ്റോറീസ് പ്രസൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള സിദ്ധാർത്ഥ എന്നുള്ളത് 1922 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള നോവലാണ് ഈ സിദ്ധാർത്ഥ. ഇതും ഈ ഒരു സിദ്ധാർത്ഥ ആസ് ഹി എക്സ്പീരിയൻസസ് ലൈഫ് ഡുവലിറ്റീസ്, സക്സസ് ആൻഡ് ഫെയിലിയർ, ലവ് ആൻഡ് ലോസ്, റിനൗൺസിയേഷൻ ആൻഡ് ഇൻ്റലിജൻസ് എല്ലാം, അതായത് ഫെയിലിയറും സക്സസ്സും ഫേസ് ചെയ്തിട്ടുണ്ട്, ലവും അതുപോലെ തന്നെ ലോസ്, ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള എന്താണ് ഹെസെ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ ശ്രീബുദ്ധൻ്റെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയാണ് കഥാപാത്രത്തിന് സിദ്ധാർത്ഥ എന്ന പേര് അദ്ദേഹം കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഈ നോവലിൽ ക്യാരക്ടർ സിദ്ധാർത്ഥ ഈ ഒരു ലൈഫ് ഡ്യുവലിറ്റിയിലൂടെ കടന്നു പോകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഫ്രഞ്ച് റൈറ്റ് റൊമെയിൻ റോളൻഡ് ആസ് ഹെസെ ഡ്രോസ് പാരലൽസ് ബിറ്റ്വീൻ സിദ്ധാർത്ഥാസ് പാസ് ആൻഡ് ദാറ്റ് ഓഫ് ഗൗതമ ബുദ്ധ. ഇതിൽ പറയുന്ന സിദ്ധാർത്ഥയുടെ ജീവിതവും ഗൗതമ ബുദ്ധയുടെ ജീവിതവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ഹെസെ ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോറി സമ്മറിയിൽ പാർട്ട് 1, ഇതിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലിൽ സമ്മറി പാർട്ട് 1 കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർട്ട് 2 കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടർ വൈസ് അനാലിസിസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതെല്ലാം തന്നെ വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. എന്തായാലും ഇതിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇതിൽ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ക്യാരക്ടർ ഹി വാസ് ദ സൺ ഓഫ് ഹിന്ദു പ്രീസ്റ്റ് ബ്രാഹ്മിൻ, ഒരു ബ്രാഹ്മിൻ പ്രീസ്റ്റിൻ്റെ മകനായിട്ടാണ് സിദ്ധാർത്ഥൻ ജനിക്കുന്നത്. ആൻഡ് ഹി ആൻഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഗോവിന്ദ ഗ്രൂ അപ്പ് ലേണിംഗ് ദ കസ്റ്റംസ് ഓഫ് ദ ബ്രാഹ്മിൻസ്. അപ്പോൾ സിദ്ധാർത്ഥയും സിദ്ധാർത്ഥൻ്റെ ഫ്രണ്ടായ ഗോവിന്ദയും അവരുടെ ബ്രാഹ്മിൻസിൻ്റെ കസ്റ്റംസും കാര്യങ്ങളുമൊക്കെ പഠിച്ച് വളരെയാണ്. എവ്രി വൺ ഇൻ ദ വില്ലേജ് ലവ്ഡ് സിദ്ധാർത്ഥ. അവരുടെ വില്ലേജിലുള്ള എല്ലാവർക്കും സിദ്ധാർത്ഥനെ വലിയ ഇഷ്ടമാണ്. പക്ഷേ സിദ്ധാർത്ഥന് ഇതിലൊന്നും തന്നെ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. സിദ്ധാർത്ഥന് എപ്പോഴും ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഡ്രീംസും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിനെയൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ അച്ഛൻ്റെയും ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ എന്താണോ ഇവരെയൊക്കെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതൊന്നും പഠിക്കാനും സിദ്ധാർത്ഥന് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഹി ഫെൽറ്റ് ഡിസപ്പോയിൻറ്റഡ് ആൻഡ് ബിക്കോസ് ഡെസ്പൈറ്റ് ബീങ് എൻലൈറ്റൻഡ് ദേ കെപ്റ്റ് സീക്കിംഗ് നിർവാണ ദ കാം സ്റ്റേറ്റ് ഓഫ് വൺനെസ്. അതായത് ബ്രാഹ്മിൻ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ അവർ ഈ വേദങ്ങളും മന്ത്രങ്ങളും ഒക്കെ പഠിച്ചിട്ട് ആ ഒരു കാം സ്റ്റേറ്റ് ഓഫ് വൺനെസ്സിലേക്ക് പോവാൻ അങ്ങനെ ആ ഒരു രീതിയിലാണ് സ്പിരിച്വാലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതൊക്കെയാണ് ഇവരുടെ ഈ പഠനം എന്ന് പറയുന്നത്. ആൻഡ് ഹീ തോട്ട് ദാറ്റ് if the divine is within, one must look inwards to attain oneness with it. അപ്പോൾ സിദ്ധാർത്ഥ വിചാരിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിയാൽ പോരെ, പിന്നെ അതല്ലാണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് ആ ഒരു വൺനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടണോ എന്നൊക്കെയാണ് സിദ്ധാർത്ഥയുടെ ചിന്ത. And when Siddhartha revealed his decision to join the Samanas, a group of ascetic wanderers, his father got very angry.
അപ്പോൾ അങ്ങനെ സിദ്ധാർത്ഥന് ആ ഗ്രാമത്തിൽ ജീവിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് അവിടെ ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സിദ്ധാർത്ഥ എന്ത് തീരുമാനിക്കുകയാണ്, സമാനാസ് എന്ന് പറയുന്ന ഒരു അസറ്റിക് വാണ്ടറേഴ്സ്, സന്യാസിമാർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് നടന്ന് യാത്ര ചെയ്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് നടക്കുമല്ലോ. അപ്പോൾ അവരോടൊപ്പം ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് സിദ്ധാർത്ഥ അവൻ്റെ അച്ഛനോട് പറയാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ അച്ഛനും അല്ലാതെ ദേഷ്യപ്പെടുന്നു. ആൻഡ് ഹിസ് അപ്സെറ്റ് ഫാദർ അബാൻഡൺ ഹിം, ഒക്കേഷണലി പിക്കിംഗ് ഔട്ട് ദ വിൻഡോ ടു ചെക്ക് ഓൺ ഹിസ് സൺ. അപ്പോൾ അച്ഛൻ അങ്ങനെ ഈ മകനോട് വല്ലാണ്ട് ദേഷ്യപ്പെടുകയും അങ്ങനെ ഈ പോകുന്നതിൽ നിന്നും തടയുകയൊക്കെ ചെയ്യാണ്. എന്നിട്ട് മുറിയിൽ അടച്ചിടും. But the stubborn young man sat still all night. Finally, Siddhartha's father gave in and allowed him to go. അപ്പോൾ അങ്ങനെ പക്ഷേ സിദ്ധാർത്ഥ അവൻ്റെ ആഗ്രഹത്തിൽ നിന്നും ആ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാൻ ഒട്ടും തയ്യാറായില്ല. അവൻ സ്റ്റബേണായിട്ട് അതിൽ തന്നെ പിടിച്ചു നിന്നു. അവസാനം സിദ്ധാർത്ഥയുടെ അച്ഛന് അതിന് സമ്മതിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ പോവാൻ സമ്മതിച്ചു. പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു, റിമൈൻഡിങ് ഹിം ദാറ്റ് ഹി കുഡ് റിട്ടേൺ ഹോം ഇഫ് ഹി ബിക്കം ഡിസൊല്യൂഷൻ വിത്ത് ദി സമാനാസ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ തിരിച്ചു വന്നാൽ മതി, ഇഫ് ഹി ബിക്കം ഡിസൊല്യൂഷൻ വിത്ത് ദി സമാനാസ്, അവരിൽ നിന്നും ഒക്കെ മാറി ഇവിടെ ജീവിക്കാൻ തയ്യാറാകണമെങ്കിൽ മാത്രം തിരിച്ചു വന്നാൽ മതി എന്ന് പറയാണ്. ആൻഡ് ഗോവിന്ദ ഫോളോഡ് സിദ്ധാർത്ഥ ഇൻ ടു ദ ഫോറസ്റ്റ് ടു ജോയിൻ ദ സമാനാസ്. അപ്പോൾ സിദ്ധാർത്ഥയും ഒപ്പം സിദ്ധാർത്ഥയുടെ ഫ്രണ്ട് ഗോവിന്ദയും അവരോടൊപ്പം പോവാൻ തീരുമാനിച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ സമാന സിദ്ധാർത്ഥ ഫെൽ കൺസേർഡ് ദാറ്റ് ഹി വാസ് നോ ക്ലോസർ ടു ഹിസ് സ്കൂൾ ദാൻ ബിഫോർ ജോയിനിങ് ദം. അവിടെ പോയിട്ടും ഈ സമാനാസിൻ്റെ രീതികളും ഇവർക്ക് സിദ്ധാർത്ഥയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ സ്പിരിച്വലി ഒരുപാട് പ്രോഗ്രസ് ആയിട്ടുണ്ട്, പക്ഷേ ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥൻ അങ്ങനെ ഈ സമാനാസിൻ്റെ ലൈഫ് സ്റ്റൈലിനെയൊക്കെ കളിയാക്കാൻ തുടങ്ങി. കമ്പയറിങ് ഇറ്റ് ടു എ ഡ്രങ്കഡ് ഹാവിങ് ബ്രീഫ് റിലീഫ് ഫ്രം ലൈഫ് പെയിൻ. അവരുടെ ജീവിത രീതികളും ഒന്നും ഈ സിദ്ധാർത്ഥന് ഇഷ്ടപ്പെടാതെ. അപ്പോൾ അവിടെ നിന്നും ഒരുപാട് ഡിസ്റ്റർബൻസസ് സിദ്ധാർത്ഥയ്ക്ക് ഉണ്ടാവുന്നു. കാരണം ഇവൻ ആഗ്രഹിച്ചതുപോലെയോ വിചാരിച്ചതുപോലെയോ ആയിരുന്നില്ല ഈ സമാനാസിൻ്റെയും ജീവിത രീതി. ആൻഡ് 3 years after joining, Siddhartha and Govinda heard about the Buddha, an enlightened great man who taught the path to peace. അപ്പോൾ അങ്ങനെ സമാനാസിൻ്റെ ഒപ്പം ഇഷ്ടപ്പെടാതെയൊക്കെ ജീവിച്ച് പോരുമ്പോഴാണ്, അങ്ങനെ വീട്ടിൽ നിന്ന് പോയിട്ട് 3 വർഷം കഴിഞ്ഞു, അപ്പോഴാണ് ശ്രീ ബുദ്ധനെക്കുറിച്ച് ഇവർ രണ്ടുപേരും കേൾക്കുന്നത്. ആൻഡ് ഗോവിന്ദ ഇമ്മീഡിയറ്റ്ലി വാണ്ടഡ് ടു ഫൈൻഡ് ദ ബുദ്ധ. അപ്പോൾ ഗോവിന്ദയ്ക്ക് ആഗ്രഹം വേഗം തന്നെ ബുദ്ധനെ കാണണം എന്നുള്ളത്. പക്ഷേ ഈ സമാന ചീഫ് ഇവരെ പോകാൻ അനുവദിച്ചില്ല. സിദ്ധാർത്ഥ hypnotized the elderly Samana teacher. Siddhartha and Govinda traveled to meet the Buddha residing at ജേതവന. അപ്പോൾ അങ്ങനെ ഈ സമാനാസിൻ്റെ ലീഡറിനെയൊക്കെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ബുദ്ധനെ കാണാനായിട്ട് പോകും. എ പ്ലേസ് ഗിഫ്റ്റഡ് ബൈ എ മെർച്ചൻറ്റ് ഡിവോട്ടി. അപ്പോൾ അവിടെ ഈ ജേതവന എന്ന് പറയുന്ന സ്ഥലത്താണ് ബുദ്ധൻ ആ സമയത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ പോകും. വൈൽ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ ബുദ്ധാസ് ടീച്ചിങ്, സിദ്ധാർത്ഥ വാസ് ഇംപ്രസ്ഡ് ബൈ ഹിസ് പ്രസൻസ്. ബുദ്ധയുടെ ടീച്ചിങ്സിനോടൊന്നും സിദ്ധാർത്ഥയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ബുദ്ധനെ കണ്ടപ്പോൾ അയാളുടെ ആ പ്രസൻസ് വല്ലാതെ സിദ്ധാർത്ഥയെ ഇംപ്രസ് ചെയ്തു. ആൻഡ് ഗോവിന്ദ ഡിസൈഡഡ് ടു ബിക്കം ദ ബുദ്ധാസ് സ്റ്റുഡൻറ്റ്. ഗോവിന്ദ എന്ത് തീരുമാനിച്ചു? ബുദ്ധൻ്റെ സ്റ്റുഡൻ്റ് ആവാനും തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ ഗോവിന്ദ ബിക്കം എ മങ്ക് ആൻഡ് ബിഡ് ഫെയർവെൽ ടു സിദ്ധാർത്ഥ. ഗോവിന്ദ ബുദ്ധൻ്റെ ഒപ്പം നിന്നു, സിദ്ധാർത്ഥനോട് യാത്രയൊക്കെ പറഞ്ഞ് അയാളുടെ ഒപ്പം കൂടി. ആസ് സിദ്ധാർത്ഥ വാസ് പ്രിപ്പയറിംഗ് ടു ലീവ്, ഹി മെറ്റ് ബുദ്ധ ഇൻ ദ വുഡ്സ് ആൻഡ് ക്വസ്റ്റ്യൻ ഹിസ് ടീച്ചിങ്സ്.
അപ്പോൾ സിദ്ധാർത്ഥ അവിടുന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ബുദ്ധനെ ആ കാട്ടിൽ വെച്ച് കാണുകയാണ്. ആൻഡ് സിദ്ധാർത്ഥ പ്രേസ് ദ ബുദ്ധാസ് ഐഡിയാസ് അബൌട്ട് ദി വൺനെസ് ഓഫ് ക്രിയേഷൻ ആൻഡ് കണ്ടിന്യൂസ് സൈക്കിൾ ഓഫ് കോസസ് ആൻഡ് ഇഫക്ട്സ്. അപ്പോൾ അവിടുന്ന് ബുദ്ധൻ പറഞ്ഞ കാരണങ്ങളും അതിൻ്റെ ഇഫക്റ്റും, എന്തുകൊണ്ട് ഇതുണ്ടാവണു, അത് ഇന്നതുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന ആ കാരണവും അതിൻ്റെ ഇഫക്റ്റും അതിൻ്റെ സൈക്കിളൊക്കെ പറഞ്ഞപ്പോൾ ഈ സിദ്ധാർത്ഥയ്ക്ക് അതിനോട് ഒരുപാട് ഇഷ്ടം തോന്നുകയും ബുദ്ധൻ്റെ കൺസെപ്റ്റിനോട് താല്പര്യം തോന്നുകയും ഒക്കെ ചെയ്തു. ആൻഡ് സിദ്ധാർത്ഥ റീറ്ററേറ്റഡ് ഹിസ് റെസ്പെക്ട് ഫോർ ദി ബുദ്ധാസ് ഹോളിനെസ് ബട്ട് എക്സ്പ്രസ് കൺസേൺ ദാറ്റ് നോ ടീച്ചിങ് കുഡ് എവർ പ്രൊവൈഡ് ദി ആക്ച്വൽ എക്സ്പീരിയൻസ് ഓഫ് നിർവാണ. പക്ഷേ അതിലും മുഴുവനായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ സിദ്ധാർത്ഥന് ഉണ്ടായില്ല. Siddhartha instead on finding his own way to avoid deceiving himself and attaining നിർവാണ. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ നിർവാണം അറ്റൈൻ ചെയ്തോളാം, അതിന് വേറെ ആരുടെ പ്രിൻസിപ്പളും ആരുടെ രീതിയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നതായിരുന്നു സിദ്ധാർത്ഥൻ്റെ മറുപടി. പക്ഷെ ബുദ്ധൻ സിദ്ധാർത്ഥയോട് പറഞ്ഞു, ഒരാൾ ഞാൻ ഇൻ്റലക്റ്റാണ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നീ പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ശ്രീബുദ്ധൻ പറഞ്ഞുവെങ്കിലും സിദ്ധാർത്ഥൻ അതിന് തയ്യാറായില്ല. And Siddhartha departed from the Buddha. He realized he had outgrown needing teachers. Teachers had helped him uncover the secret his own identity. അപ്പം അങ്ങനെ തിരിച്ച് ഈ സമാനാസിൻ്റെ അടുത്ത് തന്നെ സിദ്ധാർത്ഥൻ തിരിച്ചു വരികയാണ്. അങ്ങനെ സിദ്ധാർത്ഥ അപ്പോഴും ആ സെൽഫ് നോളജും സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങും ഡിവൈൻ പവർ എന്താണ് എന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും. ആൻഡ് ദ റിയലൈസേഷൻ ചേഞ്ച് ഹൗ സിദ്ധാർത്ഥ വ്യൂഡ് ദ വേൾഡ്. അപ്പോൾ എങ്ങനെയാണ് സാധാരണ ആൾക്കാരൊക്കെ ലോകത്തെ നോക്കിക്കാണുന്ന പോലെയല്ല സിദ്ധാർത്ഥൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഹി റെക്കഗ്നൈസ് ദ വാല്യൂ ഓഫ് സെൻസറി വേൾഡ് അറൗണ്ട് ഹിം. Unlike the Brahmins and Samanas who ignored the wondrous variety of shapes and colors to reduce everything to a common essence, him to believe truth lay in nature's diversity rather than commonality. അപ്പോൾ സിദ്ധാർത്ഥൻ വിശ്വസിച്ചിരുന്ന എന്ത് സത്യത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത്? ഈ പ്രകൃതിയുടെ ഡൈവേഴ്സിറ്റിയിൽ, വൈവിധ്യത്തിൽ, അല്ലാതെ കോമണാലിറ്റിയിലല്ല. എല്ലാം കോമൺ ആയിട്ടുള്ളതാണ് എന്നതിലല്ല, ആ ഡൈവേഴ്സിറ്റിയിലാണ് സിദ്ധാർത്ഥ വിശ്വസിച്ചിരുന്നത്. ഹി വാസ് നോ ലോങ്ങർ എ ബ്രാഹ്മിൻ ഓർ എ സമാന. അങ്ങനെ സിദ്ധാർത്ഥൻ ഒരു ബ്രാഹ്മിണും അല്ല, ഒരു സമാനയും അല്ലാതെയായി മാറി. പിന്നെ ബുദ്ധൻ്റെ ഡിസൈപ്പിളായിട്ടുള്ള സിദ്ധാർത്ഥൻ്റെ തന്നെ ഫ്രണ്ടിനെ ഫോളോ ചെയ്യാനും സിദ്ധാർത്ഥൻ ആഗ്രഹിച്ചിരുന്നില്ല. സിദ്ധാർത്ഥ വാസ് മോർ ട്രൂലി ഹിംസെൽഫ് ദാൻ എവർ ബിഫോർ. ഒന്നും കൂടി മുൻപത്തേക്കാൾ അയാളുടേതായ ഒരു രീതികൾ പിന്തുടർന്ന് പോകാനായിട്ട് തുടങ്ങി. എല്ലാ ഗ്രൂപ്പുകളും എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ചിന്തകളും ഒക്കെ ആയി സിദ്ധാർത്ഥ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു നോവലുണ്ടല്ലോ, ഞാൻ 2 പാർട്ടായിട്ട് ചെയ്യാം. എന്താ അറിയോ, ഒരു വീഡിയോ പറഞ്ഞാൽ വലിയ ഒരു വീഡിയോ ആയിട്ട് പോകും. നിങ്ങൾക്കത് അത്രയും ഇരുന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ അധികം ബോറടിപ്പിക്കുന്നില്ല, 2 പാർട്ടായിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനും പറ്റും, സ്റ്റോറി എന്താണെന്ന് ഒന്ന് അറിയാനും പറ്റും, സമ്മറി കറക്റ്റായിട്ട് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ അനാലിസിസ് ഉണ്ട്. ഈ ഒരു സമ്മറി തന്നെയാണ് അനാലിസിസിലും വരുന്നത്. അപ്പോൾ സമ്മറി കേൾക്കുക, ഒപ്പം അനാലിസിസും കൂടെ നിങ്ങൾ ഇത് വായിച്ച് നോക്കുക. ഇതിൽ കുറച്ചധികം ടെക്സ്റ്റിൽ തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അനാലിസിസും ഉണ്ട്, സമ്മറിയും ഉണ്ട്, ക്യാരക്ടർ അനാലിസിസും ഉണ്ട്. ഓക്കെ.